ഹല്ലേലൂയ. എന്താണ് യേശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ലോകത്തുള്ള ഏത് ഗുരുക്കന്മാരും എന്തൊക്കെ പഠിപ്പിച്ചാലും അങ്ങേയറ്റം പഠിപ്പിക്കുന്നത് തങ്ങളോടം എത്തുവാനാണ്. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. എന്നാൽ എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത, നീ അവനേക്കാൾ മുമ്പേ പോയാലും അവനൊരു പ്രയാസവുമില്ല. മാത്രമല്ല, യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാനാണ് അവൻ നിന്നെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ ആ ഭാഗമാണ് കാണുന്നത്. അതോടെ പറഞ്ഞ് ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ രണ്ടുപേർ, പത്രോസും യോഹന്നാനും, 9-ാം മണി നേരത്ത് സുന്ദരം എന്ന ദൈവാലയ ഗോപുരവാതിക്കലേക്ക് കടന്നു പോവുകയാണ്. അവിടെ വെച്ച് അവര് മുടന്തനായ ഒരു മനുഷ്യനെ കാണുന്നു. അതിശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ അവിടെ നടന്നു. എന്നാൽ ആ ശുശ്രൂഷ നടന്നതിന്റെ പിൻപിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പോയ വ്യക്തികൾ യോജിപ്പുള്ള വ്യക്തികളായിരുന്നു. വളരെയേറെ ആത്മീകമായി യോജിപ്പുള്ള, മാത്രമല്ല അവരെ വിശ്വസിക്കുവാൻ കൊള്ളുന്നവരായിരുന്നു. യേശു പെസഹ ഒരുക്കാൻ പറഞ്ഞയച്ചത് ഈ യോഹന്നാനെയും പത്രോസിനെയുമാണ്. ചിലരെയൊക്കെ പെസഹ ഒരുക്കാൻ പറഞ്ഞു വിട്ടാൽ ഇന്നിടത്ത് ഒരുക്കിയിരിക്കുന്നു എന്ന് തിരിച്ചു വന്ന് പറയണമെന്നില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെ മാത്രമേ യേശു എന്തെങ്കിലും ഒരു ദൗത്യം ഏൽപ്പിക്കുകയുള്ളൂ. രോഗസൗഖ്യം നടക്കണമെങ്കിൽ, ആത്മാക്കൾ ആദായപ്പെടണമെങ്കിൽ ഒന്നാമത് നിന്നെ വിശ്വസിക്കാൻ കൊള്ളണം. ഹല്ലേലൂയ. മാന്നാത്ത് പറയുന്നത് തന്നെ മാവേലിക്കരയിലും പറയണം. ഹല്ലേലൂയ. കുമ്പനാട്ട് പറയുന്നത് തന്നെ കുട്ടനാട്ടും പറഞ്ഞെങ്കിലേ എൻ്റെ കർത്താവിന് നിന്നെ വിശ്വസിക്കാൻ കഴിയൂ. വിശ്വസിക്കാൻ കഴിയാത്തവനെ ആരുമൊന്നും ഏൽപ്പിക്കുകയില്ല. ഹല്ലേലൂയ. രണ്ടാമത് അവർ രണ്ടുപേരും ഒരേ ആത്മാവിൽ ഈ മനുഷ്യനെ ഉറ്റുനോക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പെന്തക്കോസ്തിന്റെ വേല ഐക്യതയുടെ വേലയാണ്, അത് സ്വാർത്ഥതയുടെ വേലയല്ല. ഹല്ലേലൂയ. പട്ടിയെയും പൂച്ചയെയും തമ്മിൽ കൂട്ടിക്കെട്ടിയാൽ അത് യൂണിറ്റി അല്ല, യൂണിയനാണ്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വേണ്ടത് യൂണിയന്റെ ശക്തിയല്ല, യൂണിറ്റിയുടെ ശക്തിയാണ്. ദൈവജനങ്ങൾ ഒരേ ആത്മാവിൽ നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പൈതലെ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഇന്ത്യയിൽ വലിയൊരു ദൗത്യമുണ്ട്, വലിയൊരു ശുശ്രൂഷയുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കൾ ആ പട്ടണങ്ങളിൽ പാർത്തു വരുമ്പോൾ 7 മാസം അവർ ഒരുമിച്ച് എഴുന്നേറ്റതുപോലെ ദൈവജനങ്ങൾ ഒരുമിച്ച് കുതിച്ചെഴുന്നേൽക്കുന്നുവെങ്കിൽ എന്റെ ദൈവം ഒരു പ്രവൃത്തി ചെയ്തെടുക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, മരണകരമായ യാതൊന്ന് കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല, ഒരു കാര്യം വളരെ വ്യക്തമായി പത്രോസ് ഈ മുടന്തരായ മനുഷ്യനോട് പറഞ്ഞു, വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്താണത്? നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനെ, നിന്നെ നീയാക്കിയത് യേശുവിന്റെ നാമമാണ്. നിനക്ക് ലഭ്യമായ മാന്യത എന്റെ യേശുവിന്റെ ശുശ്രൂഷക്കാരനാണെന്നുള്ളതാണ്. നിന്റെ പേര് വലുതാകുവാനല്ല, നിന്റെ മഹത്വം ലോകമെല്ലാം അറിയുവാനല്ല, നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവൻ തുള്ളിയും ചാടിയും കൊണ്ടുപോയി എന്ന് നമുക്കറിയാം. ഡാവിഞ്ചി വരച്ച യേശുവിന്റെ അന്ത്യ അത്താഴം എന്ന ആ ചിത്രത്തിൽ, ആദ്യം താൻ വരച്ച ചിത്രത്തിൽ ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് ആ പാനപാത്രമായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ പാനപാത്രത്തിലേക്ക് തിരിയുന്നു എന്നറിഞ്ഞപ്പോൾ ഡാവിഞ്ചി അത് തിരുത്തി വരച്ചു. യേശുവിന്റെ മുഖം പ്രകാശപൂർണിതമാകത്തക്കവണ്ണം അവനത് തിരുത്തി വരച്ചു. ഈ സമൂഹത്തിൽ യേശുവിന്റെ നാമം വികൃതമാകുന്നതിൽ നിനക്ക് പങ്കുണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്.
ഈ സമൂഹത്തിൽ യേശുവിന്റെ നാമം വികൃതമാകുന്നതിൽ നിനക്ക് പങ്കുണ്ടെങ്കിൽ നീ പുതിയൊരു ചിത്രം വരയ്ക്കേണ്ടത് ആവശ്യമാണ്. യേശുവിന്റെ നാമമാണ് എനിക്കും നിനക്കും മേൽവിലാസം ഉണ്ടാക്കി തന്നത്. യേശുവിന്റെ നാമമാണ് എനിക്കും നിനക്കും മാന്യത ഉണ്ടാക്കി തന്നത്. ഇന്ന് രാത്രികാലം ഈ പന്തലിൽ യേശുവിന്റെ നാമം ഉയരുവാനിടയാകട്ടെ. എല്ലാ നാമത്തിലും മേലായ നാമമുള്ള കർത്താവിന്റെ നാമം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയർത്തപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു രംഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് തന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനായി എണ്ണുവാനുള്ള പത്രോസിന്റെ ഹൃദയമാണ്. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനായി എണ്ണുവാനുള്ള പത്രോസിന്റെ ഹൃദയം. വിശുദ്ധ പൗലോസിനെ കുറിച്ച് തന്റെ ലേഖനത്തിൽ പത്രോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭ്യമായ ജ്ഞാനത്തിന് തക്കവണ്ണം എഴുതിയിരിക്കുന്നു. അതിലെഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണ്. മറ്റു വചനം പോലെ തന്നെ അത് കോട്ടിക്കളയുന്നവരുമുണ്ട്. പത്രോസും പൗലോസും തമ്മിൽ ആയുഷ്കാലം വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുവാനുള്ള കാരണങ്ങളുണ്ട്. അത് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അവനോട് അഭിമുഖമായി എതിർത്തു നിന്നുവെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഒരു കമ്മിറ്റിയിൽ അവർ തമ്മിൽ വാദപ്രതിവാദം വളരെ ശക്തമായി ഉണ്ടായതാണ്. എന്നാൽ അതായസ് പര്യന്ത ഹൃദയത്തിൽ വെച്ചോണ്ട് നടക്കുന്നവനല്ല യേശുവിന്റെ ശുശ്രൂഷക്കാരൻ. അവൻ പറയുന്നത് ഇതാണ്: പൗലോസിന് എന്നേക്കാൾ ശ്രേഷ്ഠതയുണ്ട്, പൗലോസിന് എന്നേക്കാൾ ജ്ഞാനമുണ്ട്, എന്നെ കൊണ്ട് ഒരു പാമരനായിരിക്കുന്ന എന്നെ കൊണ്ട് കർത്താവ് ചില ശുശ്രൂഷകൾ ചെയ്തു. ജ്ഞാനികളുടെ ഇടയിൽ, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസ്താവിക്കുന്നു. ജ്ഞാനികളുടെ ഇടയിൽ പൗലോസിനെ എന്റെ കർത്താവ് ഉപയോഗിച്ചു. എല്ലാവരെയും ഉപയോഗിക്കുന്നത് സർവശക്തനായ ദൈവമാണ് എന്ന് രാത്രിയിൽ ഓർക്കുക. ശുശ്രൂഷ നിന്റേതല്ല, ശുശ്രൂഷ ജോൺ കെ മാത്യുവിൻ്റെതല്ല, ശുശ്രൂഷ എന്റെ കർത്താവ് നൽകി തന്നതാണ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പത്രോസിനെ പഠിപ്പിച്ചു. അതിതാണ്, പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ ഈ കൂടാരം പൊളിയുവാൻ സമയം അടുത്തിരിക്കുന്നു. ഈ കൂടാരം പൊളിയുവാനുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ അപ്പുറത്തൊരു കൂടാരമുണ്ട്. ഹല്ലേലൂയ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇതിന്റെ അപ്പുറത്തൊരു ലോകത്തിന് വേണ്ടിയാണ് അവൻ എന്നെയും നിങ്ങളെയും വിളിച്ചത്. അവന്റെ കൈകളിലെ ഇണങ്ങിയ ആയുധങ്ങളായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം, കർത്താവിന്റെ നാമത്തെ ഉയർത്താം. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ.